അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കേസ് നിയമങ്ങളാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇപ്പം പറയുന്നത്. കേസ് നിയമത്തിൻ്റെ വകുപ്പ് 325, പ്രധാന വകുപ്പ് 3, സബ് വകുപ്പ് 2, അതിൻ്റെ 5 പ്രകാരം ഒരു കുറ്റം വെറുതെ ഉണ്ടാകുന്നതല്ലെന്നും പട്ടികജാതി വർഗത്തിൻ്റെ ഒരു അംഗം ഇരയാക്കപ്പെടുന്ന കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു കുറ്റം ഉണ്ടാകുന്നതെന്നും അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ഉണ്ടാകുന്ന കുറ്റത്തിന് തെളിവുകൾ കുറ്റം ചെയ്തതിന് ശരിവെക്കാൻ ഉണ്ടായിരിക്കേണ്ടതും അതും ആ പ്രവൃത്തി പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗമായതുകൊണ്ട് ആണ് എന്ന് സ്ഥാപിക്കുകയും വേണം. പട്ടികജാതി വർഗക്കാരനെതിരെ ഒരു കുറ്റം ചെയ്തു എന്നു മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെന്ത് പറയണം? പട്ടികജാതി വർഗത്തിലെ അംഗമാണെന്നറിഞ്ഞുകൊണ്ടാണ് എതിർകക്ഷി കുറ്റം ചെയ്തത് എന്ന് എന്ത് ചെയ്യണം? എഴുതി പിടിപ്പിക്കണം, തെളിയിക്കാൻ കഴിയണം. അടുത്തത് എന്താണ്? അടുത്തത് പട്ടികജാതി വർഗം അംഗമായതുകൊണ്ടാണ് അങ്ങനെ ഒരു കുറ്റം ഇരയ്ക്കെതിരെ ചെയ്തത് എന്നും എന്ത് ചെയ്യണം? തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും തെളിയിക്കുകയും ചെയ്യണം. കാരണം എന്താണ്? ഇതൊരു സ്പെഷ്യൽ ലോയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് ഇരയ്ക്കെതിരെ അങ്ങൊരു കുറ്റം ചെയ്തത് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അതേത് കേസിലാണ് പറഞ്ഞേ? ബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ 2013 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പറഞ്ഞ കേസാണ്. അടുത്തത്, നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റത്തിന് വംശീയമായ മുൻവിധിയോടുള്ളൊരു പ്രവൃത്തി മതിയാകും. അപ്പം നിയമത്തിൽ മുൻവിധിയോടുള്ള കുറ്റത്തിന് വംശീയമായ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ SC/ST ആക്ട് പ്രകാരം കേസെടുക്കാം. നമ്മൾ റിപ്പബ്ലിക് ദിനമൊക്കെ ആഘോഷിച്ചു, 76ാമത്തെ റിപ്പബ്ലിക് ദിനമൊക്കെ ആഘോഷിച്ചു. എങ്കിലും വംശീയമായ പ്രവർത്തികൾ, അധിക്ഷേപങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് വംശീയമായ പ്രവൃത്തി ഉണ്ട് എന്ന് പറയണം. തെളിവായി രേഖയൊന്നും കാണിക്കാനില്ലെങ്കിൽ ആ കുറ്റം ചെയ്തതായി കണക്കാക്കപ്പെടുന്നത് ആ ഇരയാക്കപ്പെട്ടയാൾ പട്ടികജാതി വർഗത്തിലെ അംഗമായതുകൊണ്ട് മാത്രം ശിക്ഷാവിധി നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല. പറഞ്ഞ മനസ്സിലായോ? വംശീയമായ അധിക്ഷേപം ഉണ്ടായി എന്ന് തെളിഞ്ഞില്ലെങ്കിൽ SC/ST ആക്ട് പ്രകാരമുള്ള ശിക്ഷാവിധി നിലനിൽക്കുന്നതല്ല. അതെങ്ങോട്ട് പോകും? ഭാരതീയ ന്യായ സംഹിതയിലേക്ക് പോകും, അല്ലെങ്കിൽ കുറ്റം IPCയിലേക്ക് പോകും. IPC പോയാൽ സ്പെഷ്യൽ കോടതിയിൽ ട്രയൽ ചെയ്യത്തില്ല, നേരെ എവിടെ പോകും? മജിസ്ട്രേറ്റ് കോടതിയിലോ ഡിസ്ട്രിക്ട് കോടതിയിലേക്കോ പോകും. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഇര പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് കുറ്റം ചെയ്തയാൾക്ക് അക്യൂഷൻ അറിയാമായിരുന്നു. 2, വംശീയമായ അധിക്ഷേപം നടന്നിട്ടുണ്ട്. SC/ST വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വംശീയമായ അധിക്ഷേപം നടത്തിയത്. ഇത്രയും കാര്യങ്ങൾ പരാതിയിലും ഉണ്ടാകണം. FIRൽ അതില്ലെങ്കിൽ FIRൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് കോടതിയിൽ അതുപോലെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറോട് പറയണം. കേസ് നടത്തുന്ന ആരാ? പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. പട്ടികജാതിക്കാർ ഇരകളായി വരുന്ന കേസ് നടത്തുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അത്തരത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യണം? പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണം അത് ചെയ്യാൻ. പബ്ലിക് പ്രോസിക്യൂട്ടർ ചെയ്തില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാൻ നിലവിൽ നിയമമുണ്ട്. പൈസ സർക്കാരാണ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അതും ഏതാണ്? സ്റ്റീഫൻ തോമസ് വേഴ്സസ് കേരള സംസ്ഥാനം, സ്റ്റീഫൻ തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ 2013 പറഞ്ഞത് എന്താണ്? വംശീയമായ അധിക്ഷേപം നടന്നിട്ടില്ല
എന്ന് തോന്നിയാൽ കേസ് SC/ST വകുപ്പ് പ്രകാരം നിലനിൽക്കുന്നതല്ലെന്ന്. അടുത്തത് വകുപ്പ് 3(1)(x) 3(1)(10 പ്രകാരമുള്ള ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നതിന് പട്ടികജാതി വർഗ വിഭാഗത്തിലെ ഒരംഗത്തെ അതേ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി അവൻ്റെ മുന്നിലും പൊതുസ്ഥലത്തും വെച്ച് അധിക്ഷേപിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമേ സാധുതയുണ്ടാവുകയുള്ളൂ. അപ്പം പൊതുസ്ഥലത്ത് വെച്ച് എന്നതിനെക്കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞു. പൊതുസ്ഥലത്തെന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യയുടെ വ്യക്തിയുടെ മുറ്റത്താണെങ്കിലും പൊതുജനങ്ങൾക്ക് കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ SC/ST ആക്ട് പ്രകാരം പൊതുസ്ഥലം എന്നാണ് പറയുന്നത്. പൊതുസ്ഥലത്ത് വെച്ച് മറ്റുള്ളവർ കാണുകയോ മറ്റുള്ളവർ കേൾക്കുകയോ അധിക്ഷേപം നടത്തുകയോ കുറ്റം ചെയ്യുകയോ ചെയ്താൽ പൊതുസ്ഥലത്ത് വെച്ച് എന്ന് പറയും. അപ്പോൾ നമ്മൾ പരാതി എഴുതുമ്പോൾ പൊതുജനം കാണുകയോ പൊതുസ്ഥലത്ത് വെച്ച് എന്നുള്ള വാക്കുകളൊക്കെ മനഃപൂർവ്വം തിരികെ കയറ്റണം. അല്ലെങ്കിൽ വകുപ്പ് പ്രകാരം കേസ് നിൽക്കത്തില്ല എന്ന് ആര് തീരുമാനമെടുത്ത് കളയും? പോലീസുകാരങ്ങ് തീരുമാനമെടുത്ത് കളയും. നോക്കൂ, വകുപ്പ് 3(1)(x) പ്രകാരം ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നതിന് പട്ടികജാതി വർഗ വിഭാഗത്തിലെ ഒരംഗത്തെ അതേ വിഭാഗത്തിൽ പെടാത്ത ഒരു വ്യക്തി അവൻ്റെ മുന്നിലും പൊതുസ്ഥലത്തും വെച്ച് അധിക്ഷേപിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ഗിരീഷ് കുമാർ വേഴ്സസ് കേരള സംസ്ഥാനം എന്ന കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ വിധി പറഞ്ഞ് കേസ് SC/ST ആക്ടിലെ വകുപ്പുകൾ ദുർബലപ്പെടുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ പരാതി തയ്യാറാക്കുമ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ച് തയ്യാറാക്കണം. ഓക്കെ, പൊതുസ്ഥലത്ത് വെച്ച് പൊതുജനം കാണുക എന്ന് 2 വാക്കുകൾ എഴുതി ചേർക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയില്ലേ? പിന്നെ പരാതിക്കാരൻ പട്ടികജാതിയിൽപ്പെട്ട ആളാണെന്നും എതിർകക്ഷി പട്ടികജാതിയിൽപ്പെടാത്ത ആളാണെന്നും കൂടെ ചേർക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയി. അല്ലാതെ വെറുതെ സംഭവം നടന്നത് മാത്രം ഇങ്ങനെ എഴുതിക്കൊണ്ട് പോയാൽ പോരാ. അങ്ങനെ എഴുതുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളു കാര്യം. അടുത്തത്, ഇപ്പോൾ നമ്മൾ ഒരു ഒന്നാമത്തെ 3(1)(a)യിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിസർജ്യ വസ്തുക്കൾ എന്നത്. അപ്പോൾ വിസർജ്യ വസ്തുക്കളെ ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതാണ്? വിസർജ്യം എന്ന വാക്ക് വാചക ശൈലിയും പശുവിൻ്റെ ചാണകം ഒരു മൃഗവിസർജ്യമാണെങ്കിലും അതിനെ വിസർജ്യം എന്ന വിവക്ഷയിൽ 3(1)(2) പറയുന്ന തരത്തിൽ കണക്കാക്കാൻ കഴിയുന്നതല്ല. മനസ്സിലായോ? പശുവിൻ്റെ വിസർജ്യം ഒരു വിസർജ്യമാണെങ്കിലും SC/ST ആക്ട് പ്രകാരം വിസർജ്യം വലിച്ചെറിയുക എന്ന് പറയുന്നത് പശുവിൻ്റെ വിസർജ്യം വലിച്ചെറിയുന്നതല്ല. പിന്നെന്താണ്? വിസർജ്യം എന്ന വാക്ക് മേൽപ്പറയുന്ന വകുപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യ വിസർജ്യം എന്ന അർത്ഥത്തിലാണ്. അപ്പം മനുഷ്യ വിസർജ്യം വലിച്ചെറിഞ്ഞാൽ മാത്രമേ വിസർജ്യം വലിച്ചെറിഞ്ഞു എന്ന ഗണത്തിൽ വരൂ. ഓക്കെ, എങ്കിലും ഏതെങ്കിലും ജന്തുവിൻ്റെ അല്ല എന്നും അർത്ഥമാക്കേണ്ടതാണ്. അതും ഗിരീഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലാണ് വന്നത്. ഇപ്പം പട്ടിയുടെ വിസർജ്യം വലിച്ചെറിഞ്ഞു, പശുവിൻ്റെ വിസർജ്യം വലിച്ചെറിഞ്ഞു, പൂച്ചയുടെ വിസർജ്യം വലിച്ചെറിഞ്ഞു, എങ്കിലും അത് വിസർജ്യം വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന 3(1)(2) അല്ലെങ്കിൽ 3(1)(b) എന്ന വകുപ്പിൽ പെടില്ല എന്ന് ഇവിടെ ആര് പറഞ്ഞിട്ടുണ്ട്? കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതിന് അപ്പീൽ പോയിട്ട് മനുഷ്യ വിസർജ്യവും പെടും എന്ന് നമ്മളാരും പോയിട്ടില്ല. അതുകൊണ്ട് നിലവിലൊരു സെറ്റിൽഡ് പൊസിഷനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നിയമ ക്ലാസ്സിൽ ഇരിക്കുന്നവർ, നിയമപുസ്തകം വായിക്കുന്നവർ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ, കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യും. അടുത്തത്, വാക്കും വാചക ശൈലിയും അവൻ്റെ താമസ സ്ഥലത്ത് വകുപ്പ് തലവൻ്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ ഓഫീസ് ആണെങ്കിൽ പോലും അത് അവൻ്റെ താമസ സ്ഥലമായി കണക്കാക്കുന്നതല്ലാത്തതും എന്നാൽ സർക്കാരിൻ്റെ മാത്രമാണെന്ന് കരുതേണ്ടതുമാണ്. അപ്പോൾ താമസ സ്ഥലത്ത്, ഉദാഹരണം, ഒരാൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ് സർക്കാരിൻ്റെ.
അപ്പോൾ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി താമസ സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പ് സർക്കാരിൻ്റെ വസതിയാണെങ്കിൽ പെടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേക്കുന്നത്? വാക്കും വാചക ശൈലിയും അവൻ്റെ താമസ സ്ഥലത്ത് വകുപ്പ് തലവൻ്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ ഓഫീസ് ആണെങ്കിൽ പോലും അത് അവൻ്റെ താമസ സ്ഥലമായി കണക്കാക്കാനല്ലാത്തതും എന്നാൽ സർക്കാരിനെ മാത്രമാണെന്ന് കരുതേണ്ടതുമാണ്. അപ്പോൾ എന്ത് നിൽക്കത്തില്ല? താമസ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുക എന്ന പദപ്രയോഗത്തിൽ സർക്കാർ ഓഫീസോ സർക്കാർ കെട്ടിടങ്ങളോ പെടില്ല. അത് വാസസ്ഥലമായോ താമസ സ്ഥലമായോ SC/ST-കാരുടെ വാസസ്ഥലമായോ താമസ സ്ഥലമായോ കരുതില്ല. ബാക്കി ഒഫൻസുകൾ നിൽക്കും. ഓക്കെ. വാക്കും വാചക ശൈലിയും. അയൽക്കാരൻ എന്നത് ഒരു പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗം താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ചുറ്റുപാടിലുള്ള അയൽക്കാർ എന്നർത്ഥമാക്കുന്നു. അപ്പോൾ അയൽക്കാരൻ എന്ന പദം എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വിസർജ്യങ്ങൾ, അഴുക്ക് വെള്ളം, അഴുക്ക് ചാലുകൾ എന്നിവ അയൽ വീട്ടിലിടുക എന്ന് നമ്മൾ വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അയൽക്കാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം പട്ടികജാതിക്കാരൻ്റെ തൊട്ടടുത്ത ഏത് ദിക്കിൽ കാണുന്ന വീടും അയൽ വീടായി പരിഗണിക്കും. അത് പട്ടികജാതിക്കാരൻ്റെ വീടാകണമെന്നില്ല. പട്ടികജാതിക്കാരൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ഉദ്ദേശത്തോടുകൂടി മനുഷ്യവിസർജ്യം അയൽക്കാരൻ്റെ പറമ്പിൽ കൊണ്ടിട്ടാൽ എന്ന് ഒരു സെക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ അയൽക്കാരൻ അവിടെ താമസമില്ല. അയൽക്കാരൻ ഈ മനുഷ്യ വിസർജ്യം അവിടെ ഡംപ് ചെയ്യുകയാണ്. നമ്മളവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടായി പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അപ്പോൾ അയൽക്കാരൻ എന്ന വിവക്ഷയിൽ അയൽവക്കത്ത് താമസിക്കുന്ന ആരും പെടും. അടുത്തത്, ഒരു പൊതു താമസ സ്ഥലം ഉപയോഗിക്കുന്നതിനുള്ള തടസ്സമുണ്ടാക്കൽ വകുപ്പ് 3(1)(19) പ്രകാരം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് ഒരു പട്ടികജാതി വർഗത്തിൽപ്പെട്ട അംഗത്തിൻ്റെ വെറുതെയുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ തടഞ്ഞു എന്നതിന് കാണിക്കാൻ പറ്റിയ തെളിവില്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഇവിടെ എന്താ പറഞ്ഞേ? പൊതു താമസ സ്ഥലം ഉപയോഗിക്കുന്നതിൽ തടസ്സമുണ്ടാക്കൽ 3(1)(14) പ്രകാരം പ്രഥമ വിവര റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പട്ടികജാതിയിൽപ്പെട്ട അംഗത്തിൻ്റെ ഒരു പരാതി വെറുതെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ തടഞ്ഞു എന്നതിന് കാണിക്കാൻ പറ്റിയ തെളിവില്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അപ്പം വീട്ടിലേക്ക് പോകുന്നതിനെ തടഞ്ഞു, വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുത്താൽ FIR ഇടരുത് എന്നല്ല പറഞ്ഞത്. കുറ്റപത്രം കൊടുക്കുമ്പോൾ അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കുറ്റപത്രം കൊടുക്കാൻ പാടുള്ളൂ. കുറ്റപത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. കുറ്റപത്രം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 173 റിപ്പോർട്ടാണ്. ഇപ്പം വകുപ്പുകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. 173 എന്ന് പറയുന്ന വകുപ്പ് മാറിയിട്ടുണ്ട്. CRPCയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പറയാം. ഓക്കെ. പൊതുസ്ഥലത്ത് വരുന്നതിനും മറ്റുള്ളവർക്ക് സ്വതന്ത്രമായി പ്രവേശിക്കുന്നതിനുമായ സ്ഥലത്ത് പട്ടികജാതിയിൽപ്പെട്ട ഒരംഗത്തെ തടഞ്ഞു എന്നതിൽ അല്ലെങ്കിൽ പ്രവേശിക്കൽ നിന്ന് വിലക്കപ്പെട്ടു എന്നതിന് തെളിവ് സഹിതം പരാതിയിൽ മാത്രമേ പ്രഥമ വിവര റിപ്പോർട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പൊതുസ്ഥലത്ത് പ്രവേശിക്കുന്നതിൽ തടഞ്ഞു എന്നൊരു പരാതി ഉണ്ടെങ്കിൽ FIR ഇടുന്നതിന് മുമ്പേ എവിടെ പോകണം? അവിടെ പോയി അന്വേഷിച്ച് തെളിവ് ശേഖരിക്കണം. ഇല്ലാതെ FIR ഇടരുത്. താമസ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് പ്രേരിപ്പിച്ചു, അങ്ങനെയാണ് കുറ്റം വരുന്നതെങ്കിൽ FIR മുമ്പേ ഇടാം. പക്ഷേ 173 റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്തു ചെയ്യണം? പ്രദേശത്ത് പോയി അന്വേഷിച്ച് തെളിവുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ 173 റിപ്പോർട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ നിയമം എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും? കൃത്യമായ തെളിവുകൾ കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ
പത്രവാർത്തയിൽ നമ്മൾ വായിക്കേണ്ടി വരും SC/ST ആക്ട് പ്രകാരം കൊടുത്ത ഇന്ന കേസ് തള്ളിപ്പോയി. അപ്പോൾ എന്തു ചെയ്യും? നമ്മളൊക്കെ ചാടി എഴുന്നേറ്റ് ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തും. പ്രതിഷേധ പ്രകടനം നടത്തിയ കേസ് ജഡ്ജിമെന്റ് നമുക്ക് അനുകൂലമായിട്ട് വരും? ഇല്ലല്ലോ. വാളയാർ കേസിൻ്റെ അവസ്ഥ എന്താ? ഇപ്പം അമ്മയ്ക്കും അച്ഛനും എതിരെ കേസ് എടുത്തിട്ടില്ല. അപ്പോൾ ജാഥയ്ക്ക് നീളം കൂട്ടിയിട്ടോ പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യം നോക്കിയിട്ടോ ഒന്നും എന്തെഴുതത്തില്ല, 173 റിപ്പോർട്ട് എഴുതത്തില്ല. 173 റിപ്പോർട്ട് എഴുതണമെങ്കിൽ തന്നെ ശക്തമായ തെളിവുകൾ വേണം, ശിക്ഷിക്കണമെങ്കിൽ ശക്തമായ സാക്ഷിമൊഴികൾ വേണം, എങ്കിൽ ശിക്ഷിക്കും. അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ വേറൊരു രക്ഷയില്ല. അടുത്ത നോക്കിക്കോ, പുസ്തകമുള്ളവർ 49ാമത്തെ പേജ് നോക്കണം. ഒരു പട്ടികജാതി വിഭാഗത്തിലെ അംഗത്തെ അയാളുടെ ജാതിപ്പേര് പറഞ്ഞ് അവഹേളിക്കുക എന്ന ഉദ്ദേശത്തോടെ വിളിക്കുന്നത് കുറ്റമാണ്. അത് അറുമുഖൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന കേസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിലെ അംഗത്തെ അയാളുടെ ജാതിപ്പേര് പറഞ്ഞ് അവഹേളിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വിളിച്ചതെങ്കിൽ അത് 3(1) പ്രകാരം കുറ്റമാണ്. വേറെ കുറ്റങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അത് തന്നെ ഇറ്റ് സെൽഫ് ആൻ ഓഫൻസ് എന്നാണ് അവിടെ പറഞ്ഞത്. ഓക്കെ. അടുത്തത്, ഇരയാക്കപ്പെട്ടയാൾ പട്ടികജാതി വർഗത്തിൽപ്പെട്ട അംഗമായതുകൊണ്ടു മാത്രം കുറ്റം എന്ന നിഗമനത്തിൽ തെളിവുകളില്ലെങ്കിൽ കുറ്റം ചുമത്തുന്നത് നിലനിൽക്കുന്നതല്ല. ഒരാൾ അതാണ് ഞാൻ ഇന്നലെ ഒരു കേസ് പറഞ്ഞത്. ഒരാൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വന്നു, വണ്ടി ഓടിച്ചു വരുന്നതാണ്. ചേരാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഹോട്ടലിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വണ്ടി നിർത്തി. ആ ഹോട്ടലിലെ ഒരു തൊഴിലാളിയായ ഒരു പട്ടികജാതിക്കാരനുമായി അദ്ദേഹം എന്തായി? തർക്കത്തിലായി. കാരണം പലതുമാകാം. അവർ തമ്മിൽ എന്ത് ചെയ്തു? ഹോട്ടലിന് പുറത്തു വന്നു, മുണ്ടും തള്ളുമൊക്കെ ആയി. അവസാനം ഡ്രൈവറുടെ കയ്യിലെ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ കുത്തുകൊണ്ടത് തുടയിലാണ്. കേസെടുത്തു. SC/ST ആക്ട് പ്രകാരം കേസെടുക്കണമെന്നായി. അപ്പോൾ ഈ സമയത്ത് ആണ് കൗസർ സാറിൻ്റെ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ കൗസർ സാറിൻ്റെ ഒരു ജഡ്ജിമെൻ്റ് വന്നു. ഇരയാക്കപ്പെട്ടയാൾ പട്ടികജാതിക്കാരനാണെന്ന് അക്യൂഷന്, കുറ്റാരോപിതന് മുൻപേ അറിഞ്ഞില്ലെങ്കിൽ SC/ST ആക്ട് പ്രകാരം കേസ് നിലനിൽക്കത്തില്ല. അപ്പോൾ ഞാനിത് അവരോട് പറഞ്ഞു, കേസ് നിലനിൽക്കാൻ സാധ്യത കുറവാണ്, SC/ST ആക്ട് ചേർക്കുന്നതിൽ സാധ്യത കുറവാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പിന്നെ കയ്യിൽ നിന്ന് പൈസ പോയി എന്ന് പറയരുതെന്ന്. അപ്പോൾ നമ്മൾ കൊണ്ട് ഫയൽ ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്ന പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി, എറണാകുളത്ത് ഇരുന്ന പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി SC/ST ആക്ട് പ്രകാരം കേസെടുക്കാൻ ഉത്തരവിട്ടു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ കേസ് നടത്താനുള്ള കോമ്പൻസേഷൻ ആർക്ക് കിട്ടി? അക്യൂഷന് കിട്ടി. ഈ ട്രയൽ വരുന്ന സമയത്ത് ഇവർക്ക് ജാതി അറിയത്തില്ലെന്നും മുൻപരിചയില്ലെന്നും ഒക്കെ പറഞ്ഞ് ഒരുപക്ഷെ ട്രയൽ SC/ST ആക്ട് ചിലപ്പോൾ നിൽക്കത്തില്ലായിരിക്കും. എങ്കിലും കുറ്റപത്രം കൊടുക്കുന്ന സമയം വരെ SC/ST ആക്ട് നിലനിൽക്കുകയും ചെയ്യും. ഇദ്ദേഹത്തിന് കോമ്പൻസേഷൻ കിട്ടി. അപ്പോൾ ചില ജഡ്ജിമാർ അങ്ങനെ മുടിനാരിഴ കയറി ഒരുപക്ഷെ പരിശോധിച്ച് എന്ന് വരില്ല. ഇതുപോലുള്ള വാദം, അയാൾക്ക് മുമ്പേ ജാതി അറിയത്തില്ലെന്നും ആളെ കണ്ടാൽ അറിയത്തില്ലെന്നും പേരറിയത്തില്ലെന്നും ഒക്കെ പറഞ്ഞ വാദമൊക്കെ എതിർകക്ഷികൾ നടത്തി. എങ്കിലും SC/ST ആക്ട് പ്രകാരം കേസെടുക്കാൻ ഉത്തരവിട്ടു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അവർ അതിൻ്റെ അപ്പീൽ പോയി. അപ്പോഴേക്കും കേസ് അവിടെയും ഈ കൗസർ സാറിൻ്റെ ജഡ്ജിമെൻ്റൊക്കെ അവർ പറഞ്ഞു, എങ്കിലും അതൊന്നും നിലനിന്നില്ല. അതൊക്കെ അടിച്ചുപോയി. കേസ് SC/ST ആക്ട് പ്രകാരം എടുത്തു. അപ്പോൾ SC/ST ആക്ട് പ്രകാരം കേസെടുത്തില്ലെങ്കിൽ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോലെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. 173 റിപ്പോർട്ടൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ടൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുനരന്വേഷണം നടത്തണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് തന്നെ വേണം. രാഷ്ട്രീയ ഉത്തരവ് കൊണ്ടൊന്നും പിന്നെ അന്വേഷണം നടക്കത്തില്ല. അപ്പം നമ്മുടെ ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതുപോലെ അന്വേഷണം പൂർത്തിയായ ഒരു കേസിൽ 2 പേരെയും കൂടെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞ് എറണാകുളത്തൊരു സംഭവം നടക്കുന്നുണ്ട്. അതും കോടതിയെ അപ്രോച്ച് ചെയ്താലേ പറ്റൂ, അല്ലാതെ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യം. അടുത്തത്, നിയമം വ്യാഖ്യാനിക്കപ്പെട്ടു. പ്രഥമ വിവര റിപ്പോർട്ടിൽ FIR-ൽ കുറ്റക്കാരൻ്റെ ജാതി പരാമർശിച്ചിട്ടില്ലാത്തതും
അത് പട്ടികജാതി വർഗ വിഭാഗ അതിക്രമം തടയൽ നിയമം 1989 പ്രകാരം കുറ്റം സംബന്ധിച്ച കേസിൽ അനന്തരഫലം 1989 വകുപ്പ് 3(1)(9) പ്രകാരം കുറ്റം സംബന്ധിച്ച് പ്രഥമ വിവര റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന കാരണത്താൽ കുറ്റപത്രം അസാധുവാക്കാൻ പാടില്ല. പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമം 1989 3(1)(11) പട്ടികജാതി വർഗ വിഭാഗത്തിലെ മറ്റു പിന്നോക്ക സമുദായങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവയൊന്നും പെടാത്തതാണ്. ന്യൂനപക്ഷങ്ങളൊന്നും ഏതിൽ പെടുന്നില്ല? പട്ടികജാതി വർഗ പീഡന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നില്ല. അവിടെ എന്താ പ്രധാനമായും പറഞ്ഞത്? FIR എഴുതിയപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. എന്താണ്? ഇരയാക്കപ്പെട്ടയാൾ പട്ടികജാതിക്കാരനാണ് എന്ന് പറയാൻ വിട്ടുപോയി. അല്ലെങ്കിൽ അക്യൂസ്ഡ് എന്താണെന്ന് പട്ടികജാതി വർഗത്തിൽ പെടാത്ത ആളാണ് എന്ന് പറയാൻ വിട്ടുപോയാലും FIR റദ്ദാക്കില്ല. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റിൽ, പരാതിയിൽ പറഞ്ഞിരിക്കണം. അത് വിട്ടുപോയാൽ പോലീസുകാരൻ പഴുത് കണ്ടുപിടിക്കും. മനസ്സിലായോ? അങ്ങനെ പറയാത്തത് കൊണ്ട് SC ആക്ടിൻ്റെ പരിധി വരില്ല എന്ന് പറഞ്ഞു പറയും. അതുകൊണ്ട് പരാതിയിൽ അത് പറയാം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? കുറ്റപത്രം റദ്ദാക്കാൻ പാടില്ല. FIRൽ ജാതി പരാമർശിക്കാത്തത് കൊണ്ട് കുറ്റപത്രം റദ്ദാക്കാൻ പാടില്ല എന്നതാണ് ആശാഭായി മച്ചിന്ദ്ര അഡിഗ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസിൽ പറഞ്ഞു. അടുത്തത്, കുറ്റം അന്വേഷിച്ച ഒരു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അല്ലാത്തതും എന്നാൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നത് കൊണ്ട് ചട്ടം 7 പ്രകാരം ഓഫീസർ ആയില്ല എന്ന കാരണത്താൽ ഇന്ത്യൻ പീനൽ കോഡിൽ വരുന്ന കുറ്റം റദ്ദാക്കാവുന്നതല്ല. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു, DYSP ആണ് ശരിക്കും SC/ST ആക്ട് പ്രകാരം അന്വേഷിക്കേണ്ടത്. അദ്ദേഹമല്ല അന്വേഷിച്ചത്, സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചു എന്ന കാരണത്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല? റദ്ദ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, DYSPക്കാണ് ചുമതലയെങ്കിലും കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾക്ക് ആ DYSPയുടെ ഡ്യൂട്ടി മറ്റു ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എൻട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ DYSPക്ക് തന്നെ ഒരു നോട്ടീസ് പ്രകാരം മറ്റു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് കൊണ്ട് അന്വേഷിപ്പിക്കാവുന്നതും ആകും. അതുകൊണ്ട് DYSP അല്ല അന്വേഷിച്ചത്, അതുകൊണ്ട് DYSP തന്നെ അന്വേഷിക്കണം എന്നൊന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമുണ്ട്. അപ്പോൾ എവിടെ പറഞ്ഞേക്കുന്നേ? കുറ്റം അന്വേഷിച്ചത് ഒരു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അല്ലാത്തതും എന്നാൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു, അതുകൊണ്ട് ചട്ടം 7 പ്രകാരം ഉള്ള ഓഫീസർ അല്ലാതിരുന്നത് കൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ താഴെ വരുന്ന കുറ്റങ്ങൾ റദ്ദാക്കാൻ കഴിയില്ല എന്ന് രാജേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലാണ് പറഞ്ഞത്. രാജേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത് 2007 വിധിന്യായമാണ്. രാജേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അടുത്തത്, പരാതി റദ്ദാക്കൽ. പരാതി റദ്ദാക്കാൻ പറ്റുമോ എന്നാണ് ഇനി പറയുന്നത്. പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമം 3 പ്രകാരം ഒരു കുറ്റം കക്ഷികൾ തമ്മിൽ ഒത്തുതീർക്കപ്പെട്ടാൽ റദ്ദാക്കുവാൻ ക്രിമിനൽ നടപടി പ്രകാരം 482 പ്രകാരം പാടില്ലാത്തതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. SC/ST ആക്ട് പ്രകാരം ഒരു FIR ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല. പാർട്ടിക്കാർ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രമാണിമാർ അല്ലെങ്കിൽ പോലീസുകാരൊക്കെ വന്ന് കണ്ടു, പരാതിയും കൊടുത്തു, FIRും ഇട്ടു. എനിക്ക് പരാതിയില്ല, അതുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 482 പ്രകാരം FIR ക്വാഷ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ? പിന്നെ ആ കേസ് ക്വാഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ കേസ് ക്വാഷ് ചെയ്യണമെങ്കിൽ ഒറ്റ പരിപാടിയുള്ളൂ. എന്താണ്? ട്രയൽ സമയത്ത് കോടതി കയറിയിട്ട് കൂട്ടി നിൽക്കുന്ന പ്രതിയെ അറിയാമോ? അറിയത്തില്ല. അദ്ദേഹത്തിനെതിരെ നിങ്ങളുടെ പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഇയാളാണോ എന്നെനിക്കറിയില്ല. നിങ്ങളെ ഇന്നയാൾ ഇന്ന രീതിയിൽ FIR പറഞ്ഞു വയ്ക്കുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ? ആരോ അങ്ങനെ ചെയ്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഇങ്ങനെയൊക്കെ പറയാനേ പറ്റും.
അല്ലാതെ FIR റദ്ദ് ചെയ്യണം 482 പരിധിയിൽ വരുത്തി FIR റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ പോകാൻ പറ്റില്ല? ഡിസ്ട്രിക്ട് കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി FIR റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത് നോക്കിക്കോ. 325 പ്രകാരം കുറ്റം ചെയ്യപ്പെട്ട ആൾക്കെതിരെ അയാൾ അതേ പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന അപേക്ഷയിൽ ഒഴിവാക്കാനാവാത്തതാണ്. 325 എന്താ പറയുന്നേ? പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർ കുറ്റം ചെയ്താൽ എന്നാ പറയുന്നത് അല്ലേ? അപ്രകാരം കുറ്റം ചെയ്യപ്പെട്ട ഒരാൾക്കെതിരെ അയാൾ അതേ പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ SC/ST ആക്ട് പ്രകാരമുള്ള കേസ് റദ്ദാവത്തില്ലെന്ന്. എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ പട്ടികജാതിക്കാരനാണെങ്കിലും പട്ടികവർഗക്കാരനാണെങ്കിലും പട്ടികജാതിക്കാർക്കെതിരെ ഒരു കുറ്റം ചെയ്താൽ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കും. ഏത് കേസിലാണ് അങ്ങനെ പറഞ്ഞേ? വകുപ്പ് 325 പ്രകാരം കുറ്റം ചെയ്യപ്പെട്ട ആൾക്കെതിരെ അയാൾ അതേ പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളാണെന്ന അപേക്ഷയാൽ ഒഴിവാക്കാനാവാത്തതാണ്. ദിനേശ് വേഴ്സസ് രാജസ്ഥാൻ, സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞ കേസിലാണ് പറഞ്ഞത്. അപ്പോൾ പ്രതി സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അവൻ പട്ടികജാതിക്കാരനാണെങ്കിൽ പോലും SC/ST ആക്ട് പ്രകാരം കേസ് നിലനിൽക്കും. പറഞ്ഞ മനസ്സിലായല്ലോ? അതെ. ക്രിമിനൽ നടപടി നിയമപ്രകാരം വകുപ്പ് 193 വകുപ്പ് 3 പ്രകാരമുള്ള ചട്ടം 7 പ്രകാരമുള്ള അന്വേഷണം നടത്തേണ്ടത് നിർണയിക്കപ്പെട്ട റാങ്കിലുള്ള ഒരു ഓഫീസറുടെ എന്നാൽ സാധാരണയായിട്ടുള്ള അന്വേഷണ സംവിധാനത്തിലുമാണ്. പ്രത്യേക ജഡ്ജി നേരിട്ട് വിചാരണയ്ക്കെടുക്കുന്നത് വിചാരണയ്ക്കായി കേസ് സമർപ്പിക്കാതെ വിചാരണ നടപടികൾ ദുർബലപ്പെടുന്നതാണ്. എന്താ പറഞ്ഞേ? ഇപ്പോൾ നിലവിലൊരു FIR ഇട്ടു. FIR ഇട്ടതേ ഉള്ളൂ. ദിലീപിന്റെ കേസ് പോലെ സമയത്തിന് എന്ത് ചെയ്തില്ല? കുറ്റപത്രം നൽകിയില്ല. ആരുടെ കുഴപ്പമാണ്? പോലീസിന്റെ കുഴപ്പം. കുറ്റപത്രം കോടതിയിലെത്താതെ വിചാരണ നടപടികൾ പൂർത്തിയാകുമോ? തുടങ്ങുമോ? ഇല്ല. അപ്പോൾ സമയത്തിന് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അത് വിചാരണയെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് സമയത്തിന് FIR ഇടുന്നത് ശ്രദ്ധിക്കണം. പിന്നെന്ത് ശ്രദ്ധിക്കണം? FIR ഇട്ടതിന് ശേഷം അന്വേഷണം പൂർത്തിയാക്കി 170th റിപ്പോർട്ട് കൊടുക്കുന്നതിലും ശ്രദ്ധയുണ്ടാകണം. ആർക്ക് ശ്രദ്ധയുണ്ടാകണം? നാം നിയമം അറിയുന്ന, ഇപ്പോൾ ഈ ഇരിക്കുന്നവരെല്ലാവരും പുസ്തകം മേടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നിയമം അറിയുന്നവർ അത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്തുണ്ടാകും? അവസാന സമയത്ത് വിചാരണ നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എന്ത് ചെയ്യും? തള്ളി അങ്ങ് പോകും. മനസ്സിലായോ? അടുത്തത് അത് ഹമ്മന്തു വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ കേസിലാണ് പറഞ്ഞത്. എന്താണ്? സമയത്തിന് FIR ഇട്ടില്ലെങ്കിൽ വിചാരണയെ ബാധിക്കും. സമയത്തിന് എന്ത് ചെയ്തില്ലെങ്കിൽ 170th റിപ്പോർട്ട് ഫയൽ ചെയ്തില്ലെങ്കിലും വിചാരണയെ സാരമായി ബാധിക്കും. അടുത്തത് കുറ്റാരോപിതന് കുറ്റം ചെയ്തതിൽ കുറ്റബോധമില്ലാത്തതിനും ഇന്ത്യൻ ക്രിമിനൽ നടപടികൾ 1860 ചട്ടം 493 496 ഭർത്താവ് ലൈംഗികമായി തൻ്റെ ഭാര്യയെ ചൂഷണം ചെയ്യുന്നതിന് താൻ ഒരു പ്രമുഖ നിലയിലുള്ള ആളാണെന്ന കാരണത്താൽ പട്ടികജാതി വർഗ അതിക്രമം തടയൽ വകുപ്പ് 3(1)(11) ചുമത്താവുന്നതല്ല. എന്തോ പറഞ്ഞേ? കുറ്റാരോപിതന് കുറ്റം ചെയ്യുന്നതിൽ കുറ്റബോധമില്ലാത്തതിനും, കുറ്റം ചെയ്തയാൾക്കൊരു കുറ്റബോധമില്ല. ഇന്ത്യൻ ക്രിമിനൽ നടപടി 1800 എന്ന് പറഞ്ഞാൽ IPC 493 496 പ്രകാരം ഭർത്താവ് ലൈംഗികമായി തൻ്റെ ഭാര്യയെ ചൂഷണം ചെയ്യുന്നത് താൻ ഒരു പ്രമുഖ നിലയിലുള്ള ആളാണെന്ന കാരണത്താൽ, ഭർത്താവ് ഒരു ഭാര്യയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട്, പട്ടികജാതി വർഗ അതിക്രമ തടയൽ നിയമം ചുമത്താവുന്നതാണ്.
അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു പട്ടികജാതി വനിതയെ പട്ടികജാതിക്ക് പെടാത്ത ഒരാൾ വിവാഹം ചെയ്താൽ അവർ തമ്മിലുള്ള വിഷയത്തിൽ SC/ST ആക്ട് നിലനിൽക്കുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നിന്നൊരു കേസുണ്ടായിരുന്നു കേട്ടോ. അത് SC/ST ആക്ട് ചാർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് FIR നിന്ന് ആ SC/ST വകുപ്പുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി കേരള ഹൈക്കോടതിയിൽ കേസ് വന്നിരുന്നു. ഈ വകുപ്പാണെന്ന് തോന്നുന്നു എടുത്തു പറഞ്ഞിട്ട് അത് നീക്കം ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് പട്ടികജാതി വനിതകൾ മറ്റ് പുരുഷന്മാരെ വിവാഹം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരിച്ചും SC/ST ആക്ട് അതിൽ നിൽക്കില്ല, സ്പൗസാണ്, അതുകൊണ്ട് SC/ST ആക്ട് നിൽക്കത്തില്ല എന്ന് ഒരു വിധിന്യായം വന്നിട്ടുണ്ട്. അടുത്തത് പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമം 1989 പ്രകാരം നിയമിക്കപ്പെട്ട പ്രത്യേക കോടതി ജഡ്ജി 3(1)(10) പ്രകാരമുള്ളൊരു കുറ്റം നടന്നതായി പരാതിയിൽ ഇടപെടുന്നതിന് അധികാരപരിധി ഇല്ലാത്തതും അതിന് ന്യായവിചാരണയ്ക്കായി ഒരു അധികാരപ്പെടുത്തിയ മജിസ്ട്രേറ്റിന് കൈകാര്യം ചെയ്യാവുന്നതുമാണ് പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമം. അത് MA കുട്ടപ്പൻ്റെ കേസ് അറിയാമല്ലോ. MA കുട്ടപ്പൻ വേഴ്സസ് CK നായനാർ എന്ന് പറഞ്ഞൊരു കേസ്. ആ കേസിലാണ് അങ്ങനെ പറഞ്ഞത്. എന്താണ്? നടപടി തുടങ്ങി വെക്കുന്നത് മജിസ്ട്രേറ്റിന് ചെയ്യാവുന്നതാണ്, പക്ഷേ ട്രയൽ നടത്തേണ്ടത് ആരാണ്? സ്പെഷ്യൽ കോടതി. MA കുട്ടപ്പൻ വേഴ്സസ് CK നായനാറിൻ്റെ കേസ് കുട്ടപ്പ സാർ ജയിച്ചില്ല, EK നായനാറാണ് കേസ് ജയിച്ചത്. എങ്ങനാ പറഞ്ഞേ? ജാതിപരമായ അധിക്ഷേപം നടത്തിയ സമയത്ത് MA കുട്ടപ്പൻ അവിടെ ഇല്ലായിരുന്നു. മൈക്ക് കെട്ടി ജാതി വിളിച്ച് പറഞ്ഞതാണ്. അത് EK നായനാരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നത്. ഏത് വർഷമാണെന്നറിയാമോ? 2004. ആ സമയം ഞാൻ കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യാപകരൊന്നും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ വിദഗ്ധന്മാരൊന്നും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായി. അത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കേസാണ്. എന്താ? പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമം 1989 പ്രകാരം നിയമിക്കപ്പെട്ട പ്രത്യേക കോടതിയിലെ ജഡ്ജിക്ക് വകുപ്പ് 3(1)(10) പ്രകാരം കുറ്റം നടന്നതായി പരാതിയിൽ ഇടപെടുന്നതിന് അധികാര പരിധി ഇല്ലാത്തതാണ്. അതിൽ ന്യായവിചാരണയ്ക്കായി ഒരു അധികാരപ്പെടുത്തിയ മജിസ്ട്രേറ്റിന് കൈകാര്യം ചെയ്യാവുന്നതുമാണ്. പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമം 1989 3-10-14 MA കുട്ടപ്പൻ വേഴ്സസ് EK നായനാർ എന്ന് പറഞ്ഞ കേസിലാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മജിസ്ട്രേറ്റിന് ചെയ്യാമെന്ന് പറഞ്ഞാലും ചെയ്യുന്ന ട്രയൽ കേൾക്കാൻ മജിസ്ട്രേറ്റിന് കഴിയില്ല കേട്ടോ. മറ്റു കാര്യങ്ങളൊക്കെ മജിസ്ട്രേറ്റിനെ കൊണ്ട് പറ്റും എന്ന് മനസ്സിലാക്കണം. അത് 2004 കേസാണ്. അടുത്തത്, കുറ്റം ചുമത്തുന്നതിന് സംഭവം നടന്നാൽ ഒരു പൊതുസ്ഥലത്ത് പൊതുജനം കാണുകയാണ് സംഭവിച്ചതെങ്കിൽ മാത്രമേ SC/ST ആക്ട് പ്രകാരം എന്ത് ചെയ്യുള്ളൂ? അവഹേളിച്ചു എന്ന് പറയുന്ന വകുപ്പിലേക്ക് വരും. ഇവിടെ ശ്രദ്ധിക്കണം, EK നായനാറിൻ്റെ കേസിൽ അവഹേളിച്ചിട്ടില്ലെന്നും പൊതുസ്ഥലത്ത് വെച്ചായതുകൊണ്ട് അവഹേളിച്ചിട്ടുണ്ട് എന്നും പറയും. അപ്പോൾ EK നായനാറിൻ്റെ കേസിൽ എന്തുവാ സംഭവിച്ചത്? MA കുട്ടപ്പൻ ആ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കുറ്റം ചുമത്തുന്നതിന് സംഭവം നടന്നത് പൊതുസ്ഥലത്ത് വെച്ച് പൊതുജനം കാണുകയാണ് എങ്കിൽ എന്തു ചെയ്യും? SC/ST ആക്ട് പ്രകാരം കേസ് നിലനിൽക്കും, ഇല്ലെങ്കിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് എന്തു ചെയ്യണം? പരാതി എഴുതുമ്പോൾ പൊതുസ്ഥലത്ത് വെച്ചാണെന്നും പൊതുജനം കാണുകയാണെന്നും പരാതിയിൽ എഴുതി ചേർക്കണം. അവഹേളിച്ചു എന്ന് പറയുന്ന എന്നിങ്ങനെ കേസ് എഴുതിയാലും പൊതുസ്ഥലത്ത് വെച്ചാണെന്നും പൊതുജനം കാണുകയാണെന്നും എഴുതി ചേർക്കണം, അല്ലെങ്കിൽ FIR പോലും ഇടാതെ. അടുത്തത്, കുറ്റം ചുമത്തുന്നതിന് സാധാരണയായി ജാതിപ്പേര് സൂചിപ്പിക്കുമ്പോൾ വകുപ്പ് 3(1)(10) പ്രകാരം കുറ്റം ചുമത്താവുന്നതല്ല. ഉദ്ദേശം താറടിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ ആണെന്ന് വ്യക്തമാക്കണം. ഇപ്പോഴത്തെ വകുപ്പ് 3(1)(X) അല്ല കേട്ടോ, 3(1)(S) ആണ്. ആ പുസ്തകത്തിൽ X എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പുസ്തകം കയ്യിലിരിക്കുന്നവരെ തിരുത്തി 3(1)(S) എന്നാണ്. അപ്പോൾ ജാതിപ്പേര് വിളിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ജാതിപ്പേര് വിളിച്ചു അപമാനിച്ചു എന്ന് പറയണം. താറടിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ ആണ് ജാതിപ്പേര് വിളിച്ചത്. അപ്പോഴാണ് ക്രോസ് എക്സാമിനേഷൻ ചോദിക്കുന്നത്,
നിങ്ങൾ ഏതെങ്കിലും ജാതി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണോ? ആണോ? ജാതി സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ശരി, ഏത് ജാതി സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ നമ്മൾ ജാതിയുടെ പേരങ്ങ് പറഞ്ഞു. ആ ജാതിയിൽ ജനിച്ചത് കൊണ്ട് നിങ്ങൾ അഭിമാനം തോന്നുന്നുണ്ടോ? ആ ജാതിയുടെ പേര് വിളിച്ചാൽ നിങ്ങൾക്ക് അഭിമാനമാണ് അല്ലേ തോന്നുന്നു? അപ്പോൾ അധിക്ഷേപിച്ചോ? ഇല്ല. കേസ് തള്ളിപ്പോയോ? പോയി. അപ്പോൾ ശ്രദ്ധിച്ച് വേണം എന്ത് കൊടുക്കാൻ? ക്രോസ് എക്സാമിനേഷൻ മൊഴി കൊടുക്കും. ക്രോസ് എക്സാമിനേഷന് കയറി കേസ് നിലനിൽക്കാത്ത രീതിയിൽ മൊഴി കൊടുത്തിട്ട് പുറത്തിറങ്ങി മുദ്രാവാക്യം പിടിച്ചിട്ട് വല്ല കഥയുണ്ട്? അപ്പോൾ നമ്മൾ ബഹുഭൂരിപക്ഷം പേരും ഓരോ ജാതി സംഘടനയുടെ പ്രവർത്തകരായിരിക്കും. അല്ലാതെ ജാതികളെ കൂട്ടിയിണക്കുന്ന സംഘടനയിൽ നമ്മളാരും പ്രവർത്തിക്കാറില്ല. അല്ലേ? ജന്മം കൊണ്ട് ഏത് ജാതിയിലാണോ നമ്മൾ ജനിച്ചത് ആ ജാതി സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കും. എന്നിട്ട് ആ ജാതി പേര് വിളിച്ചാൽ നമുക്ക് അപമാനം ഉണ്ടായി എന്ന് പറയാൻ നമ്മൾ കേസ് കൊണ്ട് കൊടുക്കും. എന്നിട്ട് ക്രോസ് എക്സാമിനേഷൻ സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾ ഏത് ജാതിയിലാണ് ജനിച്ചത്? അപ്പോൾ ഇന്ന ജാതിയിലാണ് ജനിച്ചത്. നിങ്ങൾ ജാതി സംഘടനയെ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയല്ലേ സ്റ്റൈഫൻറ്റും ലംസം ഗ്രാൻറ്റും ഒക്കെ വാങ്ങി? അതെ. മക്കൾക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങൾ ആ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടല്ലേ ചെയ്യുന്നത്? അതെ. അപ്പോൾ നിങ്ങൾ ആ ജാതിയിൽ അഭിമാനം കൊള്ളുന്നില്ലേ? അതെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ ജാതി പേര് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് ആക്ഷേപം തോന്നിയോ? ഇല്ല. അതോടുകൂടി പരിപാടി തീർന്നു. അപ്പം ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കി. കുറ്റം ചുമത്തുന്നതിന് സംഭവം നടന്നത് പൊതുസ്ഥലത്ത് വെച്ച് ആണെന്ന് പറയണം. കുറ്റം ചുമത്തുന്നതിന് സാധാരണഗതിയിൽ ജാതിപ്പേര് സൂചിപ്പിക്കുമ്പോൾ 3(1) പ്രകാരമുള്ള കുറ്റം ചുമത്താവുന്നതല്ല. ഉദ്ദേശം താറടിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതോ ആണെന്ന് പറയണം. അപ്പോൾ താറടിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വേണ്ടിയാണ് പൊതുസ്ഥലത്ത് വെച്ച് പൊതുജനം കാണുക എന്ന ജാതിപ്പേര് വിളിച്ചത് എന്ന് ക്രോസ് എക്സാമിനേഷനിൽ മൊഴിയിൽ വരണം. അതിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 10 ക്വസ്റ്റ്യനായിട്ടായിരിക്കും. പൊതുസ്ഥലത്ത് വെച്ചാണോ എന്നുള്ളതിന് അറിയുന്നതിന് വേണ്ടി ചിലപ്പം 10 ക്വസ്റ്റ്യനായിരിക്കും ഡിഫൻസ് ചോദിക്കുന്നത്. പൊതുജനം കണ്ടോ എന്നതിനും 1-2 ക്വസ്റ്റ്യനും അല്ല. പൊതുജനം കാണുകയാണോ എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല വരുന്നത്. 10-15 ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ആ ജാതിയിൽ അഭിമാനമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതും ക്രോസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് 10-15 ക്വസ്റ്റ്യനായിട്ടായിരിക്കും ചോദിക്കുന്നത്. ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാകാതെ വായി വരുന്ന എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മളൊരു കേസുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. ഞാൻ 2016 ഒരു കേസെടുത്തു. 2016 ഇപ്പോൾ 2024 ആ കേസിൻ്റെ ട്രയൽ സ്റ്റേജായി. ഈ 2016 കേസെടുത്തിട്ട് അവർ സാക്ഷികളെ കൊണ്ടുവരണം, ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർ സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല. അവർ സ്വന്തമായും വന്നിട്ടില്ല. ഈ മൊഴി 161 സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണ്ടേ? പഠിച്ചാലല്ലേ ആ ചോദ്യം ചോദിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനനുസരിച്ച് വേണമല്ലോ കൂട്ടി നിന്ന് മറുപടി പറയാം. അപ്പോൾ നമ്മുടെ ഭാഗത്തും പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് അങ്ങനെ വരണം മൊഴിപ്പകർപ്പ് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്നറിയുമോ? ഞങ്ങളല്ലേ കേസ് കൊടുത്തത്, ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാം. എത്ര പറഞ്ഞാലും വരത്തില്ല. പിന്നെ എങ്ങനെ ഈ ക്രോസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തിനാ ചോദിക്കുന്നതെന്ന് നമുക്കെങ്ങനെ മനസ്സിലാവും? അതൊരു പ്രശ്നമാണ്. ശരി, ഈ ക്ലാസ് കേൾക്കുന്നവർ അതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കുറ്റം ചുമത്തുന്നതിന് സാധാരണയായി ജാതിപ്പേര് വിളിക്കുമ്പോൾ അത് നമ്മൾ പറഞ്ഞാണല്ലോ. അടുത്തത്, ഇന്ത്യൻ പീനൽ കോഡിലെ 354 വിചാരണയ്ക്ക് നേരിടുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലെ 354 പ്രകാരമുള്ളൊരു കുറ്റത്തിന് വ്യക്തിയെ കുറ്റവിചാരണ നടത്താവുന്നതല്ല. എന്നാൽ 1989 നിയമപ്രകാരം 3(1)(11) പ്രകാരമാണെങ്കിൽ ഒരേ സമയത്തു തന്നെ നടത്താവുന്നതുമാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? 354 IPC എന്താണ്? ഔട്ട്റേജസ് ദ മോഡസ്റ്റി ഓഫ് വിമൻ. സ്ത്രീകളെ അനുവാദമില്ലാതെ തൊടുക, വസ്ത്രത്തിൽ പിടിക്കുക, അവഹേളിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ശാരീരികമായ കോണ്ടാക്റ്റിന് ശ്രമിക്കുക. അതാണ് ഔട്ട്റേജസ് ദ മോഡസ്റ്റി ഓഫ് വിമൻ. അത് IPC പ്രകാരം കേസെടുക്കാം. അതോടൊപ്പം SC/ST ആക്ട് വരുന്ന വനിതയാണെങ്കിൽ IPC പ്രകാരമുള്ള കേസും SC/ST ആക്ട് പ്രകാരമുള്ള കേസും ഒരേ കോടതി തന്നെ ട്രയൽ ചെയ്യാം. സ്പെഷ്യൽ കോടതിയിൽ ട്രയൽ ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞത്.
ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ പീനൽ കോഡ് 354 വിചാരണ നേരിടുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് 354 പ്രകാരമുള്ള കുറ്റത്തിന് ഒരു വ്യക്തിയെ വിചാരണ നടത്താവുന്നതല്ല. എന്നാൽ 1989 നിയമം 3(1)(11) പ്രകാരമാണെങ്കിൽ അത് ഒരേ സമയത്ത് ആ വിചാരണ നടത്താവുന്നതാണ്. 3(1)(11) പ്രകാരം ഒരേ സമയം വിചാരണ നടത്താവുന്നതാണ്. 354 IPC ഔട്ട്റേജസ് ദ മോഡസ്റ്റി ഓഫ് ഹ്യൂമൻ. അടുത്തത്, ഒരു വ്യക്തി നിയമം നിർമ്മിക്കുന്ന സമയത്ത് ഒരു കുറ്റം ചെയ്തതായി കാണിക്കപ്പെട്ടാൽ കുറ്റം ചെയ്യപ്പെട്ടയാൾ വസ്തുക്കളെ സംബന്ധിച്ച് അറിവില്ലാത്തതിനാൽ ഇരയാക്കപ്പെട്ടയാൾ ഒരു പട്ടികജാതി വർഗം അംഗമായാലും കുറ്റം നിയമത്തിലോ 3(1)(11) വരാൻ കഴിയുന്നതല്ല. അവിടെ എന്താ പറഞ്ഞേ? 1989 നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. SC/ST ആക്ട് പ്രകാരം നിയമം നിർമ്മാണം നടക്കുന്ന സമയത്ത് പ്രസിഡന്റ് ഒപ്പിടുന്നതിന് മുമ്പാണ് SC/ST ആക്ട് പ്രകാരം ഒരു കുറ്റം നടന്നത്. നിയമം പ്രാബല്യത്തിൽ വന്നു, അതിനു മുമ്പേ കുറ്റം നടന്നാൽ SC/ST ആക്ട് പ്രകാരം വകുപ്പ് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം 1980 ശേഷമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ SC/ST ആക്ട് നിലനിൽക്കത്തില്ല എന്നാണ് അവിടെ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അതിന് ബെനിഫിഷ്യൽ ലോ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? അക്യൂസ്ഡിന് അനുകൂലമുള്ള രീതിയിലാണ് നിയമനിർമ്മാണ സമയത്തോ അതിനു മുമ്പെയോ അതിന് ശേഷമോ ഒക്കെ എന്ത് ചെയ്യുന്നത്? നിയമത്തിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. 1989 നിയമം വന്നത്. അത് പ്രസിഡന്റ് ഒപ്പിടുന്നതിന് മുമ്പേ SC/ST ആക്ട് പ്രകാരം കുറ്റം നടന്നാൽ അതെന്ത് ചെയ്യത്തില്ല? SC/ST ആക്ടിൻ്റെ പരിധിയിൽ വരില്ല. മുൻകൂർ ജാമ്യം വളരെ ശ്രദ്ധിക്കണം. പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗത്തെ മനഃപൂർവമായ ഉദ്ദേശത്തോടുകൂടി അധിക്ഷേപിച്ചാൽ 1989 33 നിയമത്തിലെ 3(1)(x) പ്രകാരമുള്ള കുറ്റമായി കണക്കാക്കും. പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ മുൻകൂർ ജാമ്യം കുറ്റാരോപിതന് നിഷേധിക്കരുത്. വ്യാജപ്പരാതിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയാൽ മുൻകൂർ ജാമ്യം കിട്ടും. ആരോപണം ഉന്നയിക്കപ്പെട്ട സംഭവത്തിന് ശേഷം 14 ദിവസം കഴിഞ്ഞാണ് പരാതി നൽകുന്നതെങ്കിൽ പരാതിയുടെ സത്യസന്ധതയിൽ സംശയമുണ്ടാകും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് ദിവസമാണോ SC/ST ആക്ട് പ്രകാരം കുറ്റം ചെയ്തത് 14 ദിവസത്തിനകം അത് പോലീസ് സ്റ്റേഷനിൽ പോയി FIR ഇടിക്കണം. 14 ദിവസം കഴിഞ്ഞാൽ കംപ്ലൈൻറ്റിൽ സംശയം ഉണ്ടാകും. നമ്മൾ പാർട്ടിക്കാരുടെ പുറകെ നടക്കും പരാതിയും കൊണ്ട്. പാർട്ടിക്കാർക്ക് പരാതിയുടെ ഈ 14 ദിവസത്തെ ഗൗരവവും ആർക്കറിയാം? പാർട്ടിക്കാർക്കറിയാം. പാർട്ടിക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കത്തില്ല. നമ്മൾ പാർട്ടിക്കാർ വിശ്വസിച്ച് പുറകെ നടക്കുകയും ചെയ്യും. അപ്പോൾ എന്തായി? 14 ദിവസം കഴിയും. 14 ദിവസം കഴിയുമ്പോൾ ആ അന്വേഷണത്തിൽ പരാതിയിൽ സംശയമുണ്ടാകും. പരാതി നൽകപ്പെട്ടത് അത് പരാതിയുടെ സത്യസന്ധതയെക്കുറിച്ച് സംശയം ഉളവാക്കുകയും കൂടാതെ കുറ്റാരോപിതനും ഉദ്യോഗസ്ഥനുമായി ഒരു തർക്കം നിലനിൽക്കുന്നതിനാൽ അതും നഷ്ടപരിഹാരം സംബന്ധിച്ച വസ്തുതകൾ അടിസ്ഥാനമായി കുറ്റാരോപണം മുൻകൂർ ജാമ്യം അനുവദിക്കാനും അർഹതയുണ്ട്. അപ്പോൾ എന്നാണോ സംഭവം നടന്നത് അപ്പോൾ പരാതി കൊടുക്കാതെ 14 ദിവസം കഴിഞ്ഞുകൊണ്ട് പരാതി കൊടുത്താൽ മുൻകൂർ ജാമ്യം കിട്ടും. പരാതിയിൽ സംശയത്തിൻ്റെ നിഴലിൽ മാത്രമേ കോടതി ആ പരാതിയെ പരിഗണിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ 14 ദിവസത്തിന് മുമ്പേ പരാതി കൊണ്ട് കൊടുക്കണം. 14 ജില്ലയുണ്ട് കേരളത്തിൽ. ആകെ 5 പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ എത്രത്തോളം നമ്മൾ എടുക്കുന്ന എഫേർട്ട് ജനങ്ങളിലെത്തുന്നു അത് വേറെ കാര്യം. ഓക്കെ, അടുത്തത് അസഭ്യവാക്കുകൾ. പട്ടികജാതി വർഗത്തിൽപ്പെട്ട വ്യക്തിക്കെതിരെ ഉപയോഗിക്കുന്നതും അതും ജാതി സംബന്ധമല്ലാത്തതും നിയമത്തിലെ വകുപ്പ് 3(1)(11) പ്രകാരം കുറ്റം ചുമത്താൻ പര്യാപ്തമല്ല. അസഭ്യവാക്കുകൾ ഉപയോഗിച്ചാൽ നമ്മൾ എവിടെ പെടുത്തും? ജാതിപരമായി പീഡിപ്പിച്ചു, ജാതി വിളിച്ചു ഭീഷണിപ്പെടുത്തി എന്നല്ല പറയേണ്ടത്. പൊതുജനങ്ങൾക്ക് മധ്യേ, പൊതുജന മധ്യേ
അധിക്ഷേപിക്കുന്നതിന് ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടി പറഞ്ഞു എന്ന വകുപ്പ് ചേർക്കണം. അതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? പുസ്തകം കയ്യിൽ വേണം. വല്ലപ്പോഴും ഇത് മറിച്ച് നോക്കണം. സംഭവവുമായി എങ്ങനെ ആ സംഭവത്തിനെ ഈ കേസിൽ എങ്ങനെ ബന്ധപ്പെടുത്താം എന്ന് മനസ്സിലാക്കി വേണമെന്നെഴുതാൻ, കംപ്ലൈൻറ്റ് തയ്യാറാക്കാൻ. അല്ലെങ്കിൽ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം പരാതി കൊടുക്കാൻ പറ്റാതാകും, വകുപ്പുകൾ അറിഞ്ഞില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ക്ലാസ് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. നാളെ വരുന്നവർ 9:30 തന്നെ വരണം. നിങ്ങളുടെ സുഹൃത്തിനോ കുടുംബക്കാർക്കോ വേണമെങ്കിൽ, താല്പര്യമുള്ളവർക്ക്